നമസ്കാരം, ന്യൂസ് 99 കേരള പ്രധാന വാർത്തകൾ. താനൂർ ഉണ്ണിയാലിൽ സംഘർഷം. 4 ലീഗ് പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. UDFന്റെ വിജയത്തിൽ ആഹ്ലാദം നടത്തുമ്പോഴാണ് വാളടക്കമുള്ള മാരകായുധങ്ങളുമായി CPM പ്രവർത്തകരായ 10ഓളം വരുന്ന ആളുകൾ തങ്ങളെ ആക്രമിച്ചതെന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർ പറയുന്നു. ഇനി ഫാമിലിയായിട്ടും അങ്ങോട്ട് പോകണ്ടെന്നാണ് അവർ പറയുന്നത്. ഇനി ആ ബീച്ചിൽ നിങ്ങൾ ഫാമിലി വരണ്ടെന്നാണ് അവർ പറയുന്നത്. ഇത് അവരൊരു ഏരിയയാക്കി അവർ മാറ്റുക. നമ്മളങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മൾ എന്ത് കാര്യത്തിലും ഇപ്പോൾ പാർട്ടിൻ്റെ ആവശ്യത്തിലല്ല, വേറെ എന്ത് ആവശ്യത്തിൽ പോയാലും അവർ ഇതേപോലെ തടയുക ചെയ്യുക. ഇന്നിപ്പോൾ അവരുടെ കയ്യിൽ വാള്, കത്തി, എല്ലാ സാധനങ്ങളും ടൂൾസൊക്കെ ഉണ്ടായിരുന്നു. കല്ലുകൊണ്ട് എറിയുക ഒക്കെ അവർ സെറ്റാക്കി അവിടെ വെക്കാൻ ചെയ്തത്. അവർക്കറിയാം ഞങ്ങൾ എന്തായാലും പാർട്ടിയിൽ അവിടെ ലീഗേ ജയിക്കുള്ളൂ. ലീഗ് ജയിച്ചാൽ എന്തായാലും അവിടെ ഒരു പ്രകടനം പോകുന്ന അവർക്കറിയാം. അപ്പോൾ അവർ ആദ്യം തന്നെ മുൻകൂട്ടി ഇതൊക്കെ കണ്ട് ഇതൊക്കെ സെറ്റാക്കി അവിടെ വെച്ച് എന്നിട്ടാണ് ഞങ്ങൾ ആക്രമിക്കാൻ വരിക. ഞങ്ങളെന്താ എവിടേക്കും ഞങ്ങൾക്ക് ഓടാൻ വരെ കഴിയണില്ല. നമ്മളെ ബാപ്പാരെ പ്രായമുള്ള ആൾക്കാർ വരെ ഞങ്ങളെ പിടിച്ചു നിർത്തിയാണ് ഞങ്ങൾ അടിക്കുകയാണ്. കാരണം ഇവിടെ കാലങ്ങളോളായിട്ട് ഉണ്ണിയാൽ മേഖലയിൽ ഈ CPMൻ്റെ അക്രമാദിത്വം ഇങ്ങനെ തുടർന്ന് പോയി കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് സമാധാന കമ്മിറ്റികളും സമാധാനപരമായിട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ DYSPൻ്റെയും അതേപോലെ തന്നെ CAൻ്റെ ഒക്കെ നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചു. എല്ലാ പാർട്ടികൾക്കും നിർദ്ദേശം കൊടുത്തു. ജയിക്കുന്ന പാർട്ടികൾ ആഘോഷങ്ങൾ നടത്തട്ടെ, തോൽക്കുന്ന പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിൻ്റെ അനുഭാവികളും ഒന്ന് റൂട്ടിൽ നിന്നും മറ്റുള്ള ഭാഗത്തു നിന്നും പ്രശ്നം ഉണ്ടാക്കാതെ മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ റിസൾട്ടിൻ്റെ ഫൈനലി വരുന്നതിൻ്റെ മുമ്പ് തന്നെ കുട്ടികൾ ഈ റിസൾട്ടിൻ്റെ ഏകദേശം അറിയുന്ന സമയത്ത് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും കുട്ടികൾ ഇതേപോലെ വണ്ടിയിലും മറ്റും ഇതേപോലെ ആഘോഷ പരിപാടികൾ നടത്താറുണ്ട്. അവിടെ ഞങ്ങളെ പാർട്ടി കേന്ദ്രങ്ങളാണ്, ഞങ്ങളെ മേഖലയിൽ ഇങ്ങനെയുള്ള പരിപാടികളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ നടത്താൻ പാടില്ല എന്നുള്ള ധാർഷ്ട്യത്തോട് കൂടിയിട്ട് അവിടെയുള്ള കുട്ടികൾ മാരകായുധങ്ങളും വാളും വടിവാളുകളും കല്ലുകളൊക്കെ ആയിട്ട് വന്ന് ഈ 2-3 വണ്ടികൾ പോകുമ്പോൾ അതിനെ തടഞ്ഞു മാരകമായിട്ട് അവർ ആക്രമിക്കുകയാണ് ചെയ്തത്. നല്ല പരിക്കുണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ട് ബോധക്ഷയുണ്ട്, തലക്കൊക്കെ നല്ല പരിക്കുണ്ട്. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ അപ്പോൾ CPMൻ്റെ ഈ കാരണം ഒരുപാട് പ്രാവശ്യം ചർച്ച നടത്തി ഇനി അങ്ങനെയുള്ളൊരു വിഷയം. കാരണം ഇതിനു മുമ്പുള്ള ഇലക്ഷനുകളിൽ അവർ ഇതേ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അതാണ് തുടർന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അത് എന്തായാലും CPM അത് നിർത്തിവെക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ കേരളത്തിലുള്ള ജനങ്ങൾ തീരുമാനിക്കും ആര് ഭരിക്കണം, ആര് ജയിക്കണം എന്നൊക്കെ. ആ തീരുമാനത്തെ, ആ ജനാധിപത്യ രീതിയിലുള്ള തീരുമാനത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ അക്രമ രാഷ്ട്രീയം കൊണ്ടിട്ട് CPMൻ്റെ പഴയ രൂപത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് CPM നിർത്തിവെക്കുന്നതാണ് നല്ലത്. അതല്ലാത്തതാണെങ്കിൽ നമ്മളതായിട്ടുള്ള രീതിയിൽ അതിനുള്ള പ്രതിഷേധം കാണിക്കും. അത് എന്തായാലും ആ പ്രതിഷേധ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. അതിൽ യാതൊരു തർക്കമില്ല. എന്താ സംഭവിച്ചത് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് പേര് അതിലെ യാത്ര പോകണം, ആഹ്ലാദ പ്രകടനമായിട്ട് പോകണം. സത്യത്തിൽ താനൊരു മണ്ഡലിൽ പെട്ട സ്ഥലം തന്നെയല്ല ഉണ്ണിയാൽ. ഈ ഉണ്ണിയാലിലൂടെ ഞങ്ങളൊരു ആഹ്ലാദ പ്രകടനം പോകുമ്പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇത് ചെങ്കോട്ടാണെന്ന് പറയാൻ മാത്രം ഞങ്ങൾക്ക് ഇവിടെ ജനാധിപത്യം കിട്ടിയിട്ടില്ലേ, സ്വാതന്ത്ര്യമില്ലേ, അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ. എന്നിട്ട് ചായക്കാരൻ മുടിക്കുക, അതോ ഞങ്ങളോട് സമാധാനം അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നവർ വരെ ഈ ചെക്കന്മാരെ നേരെ കയറിയിട്ട് അടിക്കുക. ഒരടി എന്നിട്ട് കുറേ പേര് ആരകാതങ്ങളൊക്കെ എടുത്തിട്ട് വരിക, കല്ലൊക്കെ എടുത്തിട്ട് കുത്തുക, വണ്ടിയൊക്കെ അടിച്ച് പൊളിക്കുക. ഇതെന്ത് മര്യാദയാണ്? അപ്പോൾ ഇവിടെ ജയിച്ചവർക്ക് ആഹ്ലാദ പ്രകടനം നടത്താൻ പാടില്ല, അങ്ങനെ ഉണ്ടാവും. അറിയാത്തതുകൊണ്ട് ചോദിക്കണം. ഇതാണിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്. നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ചെക്കന്മാരെ ഇപ്പം ഞങ്ങൾക്കൊക്കെ അടിയിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാണാനൊന്നുമില്ല. ചിലപ്പോൾ സ്കാൻ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, അതാണ് സത്യം. പരിക്ക് ഇപ്പം നിലവിൽ നന്നായിട്ടൊരു 5 പേർക്ക് കാര്യമായിട്ടുണ്ട്. അവർക്ക് ഒരു 5-ലേറെ പേർക്കുണ്ട്. അതിൽ 4 ആൾക്ക് കറക്റ്റ് എന്താ പറയുക, അവർക്ക് കറക്റ്റ് ബോധക്ഷയുണ്ട്, തല കറങ്ങുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. കല്ലൊക്കെ എടുത്തിട്ട് കുത്തി മൂക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഗുരുതര പേർക്ക് സ്കാനൊക്കെ ചെയ്താൽ അറിയത്തുള്ളൂ. നമുക്ക് പുറമെ കാണാൻ 4 പേര് കാണേണ്ടി വരും. മാരായങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലുണ്ട് സാധനങ്ങൾ, അവരുടെ കയ്യിലുണ്ട്, അവരുടെ അടുത്തുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല. ഇത് സ്ഥിരമായിട്ട് CPMൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്. കാരണം വാളുകളും മറ്റേ വടിവാളുകളും അതേപോലെ തന്നെ പൈപ്പ് വടികളൊക്കെ എടുത്ത് വന്നിട്ട് ഈ ആക്രമിക്കുക എന്നുള്ളത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഉണ്ണിയാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷം മുമ്പ് സ്ഥിരമായിട്ട് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അതേപോലെ അവിടെ ഒരു ലീഗിൻ്റെ പ്രവർത്തകന് മരണപ്പെട്ട് മൃഗീയമായി കൊലപ്പെടുത്തിയ ഒരു നാടും കൂടിയിട്ടാണ്. അവിടെ എല്ലാ സർവകക്ഷി എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ നേതാക്കന്മാരും സ്റ്റേറ്റ് ലെവലിലുള്ള നേതാക്കന്മാരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കളക്ടറും ഇവരൊക്കെ ഇടപെട്ടിട്ട് അവിടെ ഒരു സമാധാന രീതി കൊണ്ടുവന്നു. അതിപ്പോൾ അതിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ CPMൻ്റെ പോക്ക്. കാരണം അവിടെ ഇപ്പോൾ ഒരു തീരദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ നമ്മളെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന്
മറ്റേ എത്തുന്നൊരു സ്ഥലമാണ് ഉണ്ണിയാൽ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങളെ മറ്റേ ബീച്ചാണ് എന്ന് പറയുന്നത്. അവിടെ പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് കൊടികളും ചിഹ്നങ്ങളൊക്കെ വെച്ച് ഒരു പാർട്ടിയുടെ ഗ്രാമമായിട്ട് കൊണ്ടെടുക്കുകയാണ്. അവിടേക്ക് ഒരാൾ പോകാൻ പാടില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, ഇത് ലീഗിനോട് മാത്രമല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ പോയി കഴിഞ്ഞാലും ഇതേ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അത് അവർ നിർത്തുന്നത് അവർക്കും നല്ലതാണ്. കാരണം ക്ഷമ എന്ന് പറഞ്ഞത് ഒരു വിഭാഗത്തിന് മാത്രം പറഞ്ഞല്ലോ, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഞങ്ങളിപ്പോൾ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കും. അല്ലാത്ത രീതിയിലാണെങ്കിൽ അല്ലാത്ത രീതിയിൽ നമ്മളതിനെ നേരിടുന്ന ചെയ്യും. അതിൽ യാതൊരു സംശയവും. ഈ കഴിഞ്ഞ 10 വർഷം ഇതേപോലെ അവരും ജയിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും വന്നിട്ട് ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അവർ അഴിഞ്ഞാടിയിട്ടുണ്ട് ശരിക്കും. അതിനൊന്നും ആരും എതിർത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ മാത്രം ഒരു ആഹ്ലാദപ്രകടനം നടക്കും. അത് ചെറിയ കുട്ടികളൊക്കെ പോകുമ്പോൾ അവരൊക്കെ കുടിച്ചതല്ല എന്ന് പറയുന്നത് ശരിയല്ല. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്. തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതാ പറയാനുള്ളത്. അവിടെ മുതിർന്ന നേതാക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ തലച്ചോറുണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കട്ടെ. അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കാലത്തിൽ നമ്മളെ നാട്ടിൽ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. എല്ലാവരും കച്ചവടക്കാരോ